ഹലോ, നമുക്കിന്ന് ഒരു ഫുൾ ചിക്കൻ റെഡിയാക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ ഇന്നലെ മസാലയൊക്കെ പുരട്ടി ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചേക്കണേന്ന് കേട്ടോ. റെഡിയാക്കി ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ച് അപ്പം നല്ലോണം ഇതിൽ മസാലയൊക്കെ പിടിക്കും. അപ്പോൾ ഇതിൽ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ പറഞ്ഞുതരാം. മല്ലിയില, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇത്തിരി കുരുമുളക്, മസാലപ്പൊടി, ഒരു കുറച്ച് മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് പിന്നെ ചിക്കൻ ക്യൂബ്സേ അതൊന്ന് പൊടിച്ച് ഇതിലിടണം. അത് നല്ല ടേസ്റ്റാണ് അതൊക്കെ ഇടുമ്പോൾ. അതും ഇട്ട് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം അതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് ക്യാപ്സിക്കവും ചെറുതായിട്ട് അരിഞ്ഞിട്ട് വിടണേ. ക്യാപ്സിക്കവും ഇതിൽ ഇട്ടിട്ടുണ്ട്. വേണ്ട ക്യാപ്സിക്കവും ഇതിൻ്റെ അകത്തൊക്കെ നല്ലോണം ഫില്ല് ചെയ്യണം കേട്ടോ. കണ്ട ഇതിൻ്റെ അകത്തൊക്കെ നല്ലോണം ഫില്ല് ചെയ്യണം. കണ്ടോ, ഇതൊക്കെ നല്ലോണം അടുപ്പിച്ച് ഈ ചിക്കൻ തന്നെ നല്ലോണം അടുപ്പിച്ച് വരഞ്ഞിട്ട് അതിൻ്റെ അകത്തൊക്കെ അത് കയറണം. എന്നിട്ട് ഈ രണ്ട് കാലും തമ്മിലൊന്ന് കെട്ടി വെക്കണം കേട്ടോ. രണ്ട് കാലും തമ്മിൽ എന്തെങ്കിലും ഒരു നൂല് കൊണ്ടേ കെട്ടണം. അപ്പം ഞാനത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാം. അതിൻ്റെ കാല് തമ്മിൽ നൂല് വെച്ച് കെട്ടി ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് കൊണ്ട് വെക്കാം കേട്ടോ. പാത്രത്തിൽ കുറച്ച് ഓയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടി ഓയിൽ ആകണമെങ്കിൽ ആകാം കേട്ടോ. ഞാൻ ആ ഗ്രേവിയിലും കുറച്ച് ഓയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലും ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചും കൂടി ഞാൻ വെച്ച് നോക്കിയിട്ട് ഇടാം. ഞാൻ ചിക്കൻ കൊണ്ടുവന്ന് ഇടട്ടെ കേട്ടോ. ഹലോ ഗൈസ്, അത് ചിക്കൻ കൊണ്ടുവന്ന് ഇതിലിട്ടിട്ടുണ്ട്. എന്നിട്ട് മൂടി നമുക്ക് മൂടി വെക്കാം കേട്ടോ. ഞാൻ റൈസ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞിട്ട് നേരിയ ഇങ്ങനെ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി. നേരിയ ഫ്ലെയിമിൽ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഞാൻ നല്ലോണം കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലതായിട്ട് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഈ ചിക്കനുള്ള ഗ്രേവി വേറെ ഒരു ഗ്രേവി നമ്മൾ വേറൊരു പാത്രത്തിൽ ഉണ്ടാക്കണേ. അപ്പോൾ ഗ്രേവിക്കായിട്ട് ചിക്കനിലിടാവുന്ന ഗ്രേവിക്കായിട്ട് കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് എണ്ണ ഒഴിച്ച് നല്ലോണം വഴച്ചുക. അത് ഈ ചിക്കനിലിടാനായിട്ടുള്ള ഗ്രേവിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇത്തിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് സോയാബീൻ സോസ്, ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ കുറച്ച് മുളക് പൊടി, മസാലപ്പൊടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാം ഇട്ടിട്ട് ചിക്കൻ്റെ മീതയിലോട്ട് ഇതങ്ങാട് ഇട്ട് പൊതിഞ്ഞ് വെക്കുക. എന്നിട്ടൊന്ന് കഴിച്ച് നോക്കിയേ മക്കള്. പൊന്നോ. പിന്നെ നമ്മൾ ഇനി ചിക്കനിലേക്ക് ഇടണ മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ പുരട്ടണതിലും കുറേ മസാലപ്പൊടിയും മുളക് പൊടി എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ട്. കൂടാതെ ഇതിനകത്തേക്ക് ഇത്തിരി ക്രഷ്ഡ് ചില്ലി, ഇത് പിരിയമുളക് പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, അത് മറന്നുപോയി. കുരുമുളക് പൊടി ഇത് ഞാനത് സവാള, തക്കാളി, ക്യാപ്സിക്കം എല്ലാം ഒന്ന് വഴറ്റി കഴിയുമ്പോൾ ഈ പൊടികളിലോട്ട് ഒന്ന് വഴറ്റണേ. പൊടികൾ ഇതിലേക്ക് ഇട്ടോ. അത് നല്ലോണം ഗ്രേവി പോലെ ആക്കിയെടുക്കണം. കുറച്ച് നേരം കിടന്ന് വഴന്ന് വരട്ടെ. ഇനി അത് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേനും കുറച്ച് സോയാബീൻ സോസ്, സോയാബീനിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. അപ്പോൾ എല്ലാ ഗ്രേവിക്കുള്ള എല്ലാ സംഗതികളും ഇട്ട് ഇനി ഇത് ഇവിടെ കിടന്ന് പതുക്കെ നല്ല തിക്ക് ഗ്രേവി ആയി കഴിയുമ്പോൾ നമുക്കിത് ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് നല്ല കളർഫുൾ ചിക്കനായിരിക്കും. കിടന്ന് ഒന്ന് കുക്കാവട്ടെ. നമുക്ക് ഈ ചിക്കനിലേക്ക് നമുക്ക് ഈ ഗ്രേവി എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ പൊതിഞ്ഞിരിക്കണം.
തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഗ്രേവി ഫുള്ള് ചെയ്യണേ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ ചിക്കൻ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഞാൻ റെഡിയാക്കി. ഭംഗിക്കൊരു മുളക് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ കഴിഞ്ഞ് ഫിനിഷ്. നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം നമുക്ക്. ഓക്കെ, അടിപൊളിയാണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണേ. കുറച്ചെടുത്ത് ഞാൻ ആ പാത്രത്തിൽ തന്നെയാണ് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്, മാറ്റിയില്ല. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവരും ട്രൈ ചെയ്യണം.